ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്ന ഏഴു വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറിടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്ന ഏഴു വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറിടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല.
തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ, തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ, തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വഴിയടഞ്ഞപ്പോൾ ചെങ്കടൽ തുറന്ന് പുതുവഴി വെട്ടി യേശു. ഓ ദൈവം, ഹല്ലേലൂയ, പരിശുദ്ധനായ ദൈവം, ഹല്ലേലൂയ. പുതിയ വഴി തുറന്നു, പുതിയ വഴി, ഹല്ലേലൂയ. എന്നാൽ അതേ വഴിയിലൂടെ ഇസ്രായേൽ മക്കളെ കടന്ന് ആക്രമിക്കാൻ ശ്രമിച്ച മിസ്രയീം സൈന്യത്തിന്റെ നേരെ ആ വാതിൽ അടച്ചു കളഞ്ഞു. യേശു ഒരു വാതിൽ അടച്ചാൽ അത് ആർക്കും തുറപ്പാനാകുകയില്ല. ഹല്ലേലൂയ. ചുടമാന ദിരിബിരിയാന്തേ റിഗലാം ശുകേരിയാം ധനരബ ചുടമലബര ദിരിദിരിബിരിയാന്തേ റിഗലാം ശന്തേരിയാനരകബര. ഹല്ലേലൂയ. വിശ്വാസത്താൽ പാടിക്കാട്ടെ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ മേൽ പ്രൊക്ലെയിം ചെയ്താട്ടെ. ഹല്ലേലൂയ. ചുടലരകമമമ ശന്തലരബബബബബ. ഹല്ലേലൂയ. നമ്മുടെ പ്രോമിസ്, നമുക്കുള്ള പ്രോമിസ്, സഭയോടുള്ള പ്രോമിസ്, ദൈവജനത്തോടുള്ള പ്രോമിസ്. ഹല്ലേലൂയ. റിബബബബബ ശന്തലരകമമമ ചുടലരകമമ ശതരിയാന്തരിയമമമ ശകേബെബെബെ ചുടലരബബബ ശന്തലരകമന ചുടിരിയാമ്പ രകമിരിയാന്തരിയാലരകമമമമമ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ his provisions. ഓ ഹല്ലേലൂയ. ഓ ഒരു ഹൃദയത്തിനും തോന്നാത്ത രീതിയിലുള്ള അവന്റെ പ്രൊവിഷൻസ്, അവന്റെ വഴികൾ, അവന്റെ ഓ ഹല്ലേലൂയ ബുദ്ധി, അവന്റെ പരിജ്ഞാനം. ഓ റികലമമമ ശന്തലരകമമമ. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ അളവറ്റ ശക്തി, അളവറ്റ ശക്തി, അളവറ്റ ജ്ഞാനത്തിന്റെ ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ, തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ, തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി. നമുക്കായി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. തുറന്നിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ, തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിൻ. ഹല്ലേലൂയ. ഓ റിബബബ ശന്തേരിയാലരകമന ചുടമാന ദിരിബല ബൗദേരികലം ശന്തേരിബബബ ദിഗലം ശന്തേരികലം ശകേരെ ചുടമലബല ദിരിദിരിബിരിയാമ്പേ. ഓ റിബബബബബബബബബ ശിദിരിബിരിയാമ്പേ ചുടിദിരിബിരിയാമ്പോ ദിഗലം ശന്തേരികലം ബൗദേരികലം
സ്വർഗ്ഗത്തേക്കാൾ സുന്ദരനേ, സൂര്യനേക്കാൾ ശോഭിതനേ, നിഴലായി മാറ്റി എന്നെ. ആശ്ചര്യമേ ഇത്, ആശ്ചര്യമേ. സ്വർഗ്ഗത്തേക്കാൾ സുന്ദരനേ, യേശുവിനെ പോലെ വേറെ ആരുമില്ല. സൂര്യനേക്കാൾ ശോഭിതനേ, നിന്നിഴലായി മാറ്റി എന്നെ. ആശ്ചര്യമേ ഇത്, ആശ്ചര്യമേ. ആരാധന ആത്മനാഥനേ, യേശുവേ, we love you, Jesus. Hallelujah. യേശുനാഥനേ, Oh, Holy Spirit. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് എല്ലാവരും ഒന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കേ. എൻ്റെ യേശു കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. എനിക്കെൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ തിരിച്ചറിയത്തക്ക രീതിയിൽ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കി കളയരുത്. അവന് കൊടുക്കേണ്ട റെവറൻസ് നിങ്ങൾ കൊടുക്കണം. കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം നിങ്ങൾ കൊടുക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് കർത്താവിന് കൊടുക്കേണ്ട റെവറൻസ് എന്താണ്, അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളൊരു VIP ഗസ്റ്റോ അല്ലേ ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററോ വരുമ്പം എന്തുമാത്രം ഓർഗനൈസ്ഡ് ആയിരിക്കും നിങ്ങൾ, എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കും. എന്തുകൊണ്ട് ആ ബഹുമാനം ആ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി? അങ്ങനെയാണെങ്കിൽ രാജാതി രാജാവായ കർത്താവ്, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് എൻ്റെ കർത്താവ് ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങളൊന്ന് ആഗ്രഹിച്ച്, ആഗ്രഹിക്കുന്നവനെ തൊടാതെ പോകുന്ന കർത്താവ് അല്ല എൻ്റെ കർത്താവ്. ആഗ്രഹിക്കുന്നവനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവാണ്. പക്ഷെ നിങ്ങൾ അത് ഡിസയർ ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ആഗ്രഹം ഉണ്ടാകണം. ആ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളെ നിറയ്ക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ കണ്ണടച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കേ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്നും കൂടെ പാടാം. ആരാധന. യേശുനാഥനേ
സന്നിധിയിലേക്ക് അടുത്ത് വരുന്നപ്പാ. ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. യേശുപ്പാ, ഞങ്ങളങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു. യേശുവെ, ഞാൻ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നപ്പാ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ കുറവുകളിലും ഞങ്ങളുടെ വീഴ്ചകളിലും അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടപ്പ. ഞാൻ അങ്ങേക്ക് നന്ദി പറയുക കർത്താവെ. പല വാക്കുകളും ഞങ്ങൾ മാറ്റിയ സമയത്തും കർത്താവപ്പച്ച അങ്ങ് ഞങ്ങളോട് ഫെയ്ത്ത്ഫുൾ ആയിട്ടിരുന്നു കർത്താവെ. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. ഞാൻ ഈ സമയം കർത്താവെ ഈ സർവീസിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാതെ കർത്താവപ്പച്ച ഇന്ന് ഒരാൾ പോലും തിരിച്ചു പോകുവാൻ അങ്ങ് അനുവദിക്കരുത് കർത്താവെ. അതിനുള്ള ദാഹം അവരുടെ ഹൃദയത്തിൽ അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങൾ കുറച്ച് പേര് മാത്രം അത് എക്സ്പീരിയൻസ് ചെയ്തു, ബാക്കിയുള്ളവരല്ലാതെ വെറുതെ വന്നു വെറുതെ പോയി എന്നാകാതെ അപ്പം അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾക്ക് ഒരുമിച്ചൊന്ന് മുങ്ങി കുളിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്കൊന്ന് ഇറങ്ങി വന്നാട്ട് കർത്താവെ ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നപ്പാ. കർത്താവെ, അങ്ങ് തന്നെ വന്ന് കൺട്രോൾ ഏറ്റെടുത്താട്ട് കർത്താവെ. കർത്താവെ, ഞങ്ങൾ ഒരു ലിമിറ്റേഷൻസും ഒരു ബൗണ്ടറീസും വെക്കുന്നില്ല. അപ്പം അങ്ങേക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കർത്താവെ ഞങ്ങൾ ഇപ്പോൾ തരുന്നു കർത്താവെ. ഞാൻ ഒന്നിച്ചെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സറണ്ടർ ചെയ്യുന്നു കർത്താവ് അപ്പച്ച. സറണ്ടർ ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചാട്ടപ്പ. നിങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ എങ്കിലും കർത്താവെ, അങ്ങയുടെ വചനം പറയുന്നു 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നു അവരുടെ മധ്യേ ഞാനുണ്ട്. കർത്താവെ, ഞങ്ങൾ ആ വചനത്തെ ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവപ്പച്ച. അങ്ങേ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരണം കർത്താവെ. ആ സാന്നിധ്യം ഞങ്ങളിൽ നിന്ന് വിട്ടുമാറാതെ കർത്താവപ്പച്ച എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ. അതാണപ്പ ഞങ്ങളുടെ ആഗ്രഹം കർത്താവപ്പച്ച. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ അങ്ങയിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് ഇന്നിവിടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. ഞാനിവിടെ വലിയൊരു പ്രസംഗമൊന്നും പ്രസംഗിക്കാൻ നിൽക്കുവല്ല. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കുറച്ചും കൂടെ കൂടുതൽ കർത്താവിനോട് അടുത്ത് നിൽക്കുവാൻ കർത്താവ് ഇടയാക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഇത് ഞാനൊരു വലിയ പ്രസംഗമൊന്നുമല്ല പ്രസംഗിക്കുന്നത്. ഇതൊരു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫാമിലിയോട് സംസാരിക്കുന്നത് പോലെ ഒരു ടോക്കാണിത്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലേ? നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര നിരാശയുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഫ്യൂച്ചറിനേക്കാളും കൂടുതൽ നമ്മുടെ പാസ്റ്റ് ഓർത്താണ് ഈ വേവലാതിപ്പെടുന്നത്, അല്ലേ? നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ ആരായിരുന്നു, ഇപ്പം എന്താണ് എന്നൊക്കെ ചിന്തിക്കുമ്പം പലർക്കും ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ചെറുതൊന്നുമല്ല, അല്ലേ? എക്സാമ്പിൾ, ഇപ്പം ലീജോ, ഫേബ, നിങ്ങളൊക്കെ നാട്ടിൽ നല്ല ജോലിയിൽ നിന്നിട്ട് ഇവിടെ വന്ന് നിങ്ങൾ നിൽക്കുമ്പം ഇവിടുത്തെ ലൈഫുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻസ് തോന്നാറില്ലേ? നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അങ്ങനെയാണ്. കാരണം എപ്പോഴും ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്, ഒത്തിരി അംബീഷൻസ് ഉണ്ട്, ഒത്തിരി ഡ്രീംസ് ഉണ്ട്, അത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒത്തിരി പ്ലാൻസ് ഉണ്ട് മനസ്സിൽ. പക്ഷെ അതൊക്കെ നടക്കാതെ വരുമ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് ഭയങ്കര ഒരു നിരാശാബോധം ഉണ്ടാകും. നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകും, അല്ലേ? ഇതിപ്പം ഞാൻ ഫിസിക്കലി മാത്രമല്ല പറയുന്നത്, സ്പിരിച്വൽ സൈഡും കൂടെ നമ്മൾ ചിന്തിച്ചാൽ
ഇവിടെ എത്ര പേര് സ്പിരിച്വലി നമ്മൾ നേരത്തെ എങ്ങനെ ആയിരുന്നു എന്നും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകും അല്ലേ. കഴിഞ്ഞ ദിവസം ഞാനും ബ്ലസ്സിയൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഒത്തിരി പറഞ്ഞു, യൂത്ത് മീറ്റിങ്ങും ക്യാമ്പിന് പോയതും കോൺഫറൻസിന് പോയതും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ആർക്കും അതിനൊന്നും സമയമില്ല. ആർക്കും ആ ഒരു ഡിസയർ, ആ പണ്ടത്തെ ഒരു തേഴ്സ്റ്റ് ആരിലും കാണുന്നില്ല. എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് കാരണം നമ്മൾ കർത്താവിൽ നിന്ന് ഇങ്ങനെ അകന്നകന്നകന്ന് പോവാം. പക്ഷേ അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ലേ. കർത്താവ് എന്താ വചനത്തിൽ പറയുന്നത്? യെരമ്യാ പ്രവാചനം 29:11 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. നമ്മളൊക്കെ ഒത്തിരി പ്രോമിസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആ പ്രോമിസസ് ഡിലേ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ടല്ലേ. നമ്മൾ ആ പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ കാണാതെ വരുമ്പം നമ്മൾ ചോദിക്കാറുണ്ട്, അയ്യോ കർത്താവ് എന്നെ മറന്നോ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലേ. നമ്മൾ ദിവസം ചോദിക്കുന്ന ചോദ്യങ്ങളത് സിമ്പിൾ ചോദ്യങ്ങളാണ്. കർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ലേ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലേ. പക്ഷേ അപ്പോഴും കർത്താവിൻ്റെ വചനം പറയുന്നത് എന്തുവാ? ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. നമ്മൾ ചിലപ്പം കർത്താവിനോട് പരാതിയൊക്കെ പറയും അല്ലേ. നമ്മൾ പോയി കംപ്ലൈൻ്റ് ഒക്കെ പറയും കർത്താവിനോട്. പക്ഷേ ആ കംപ്ലൈൻ്റ് ഒക്കെ കേട്ടാലും കർത്താവ് പറയും, ഞാനൊരു ടൈം വെച്ചിട്ടുണ്ട്, ഒരു അപ്പോയിൻറ്റഡ് ടൈം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കർത്താവ് ചെയ്യുമ്പോൾ അത് നമ്മുടെ കണ്ണിൽ ആശ്ചര്യമായിരിക്കും അല്ലേ. ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നു, ഒത്തിരി ക്യാമ്പിനും കാര്യങ്ങൾക്കൊക്കെ പോയി എവിടെയൊക്കെ ക്യാമ്പ് ഉണ്ടായാലും ഓടി നടക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് തേഴ്സ്റ്റായിരുന്നു ഹോളി സ്പിരിറ്റിനെ വേണമെന്നുള്ളത്. അങ്ങനെ ഒരു ആ പ്രസൻസിന് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കാറുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കുണ്ട് ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട്? നമ്മളെപ്പോഴും പറയും നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അല്ലേ. ഹൊസന്നായും പറയും സ്കൂളിൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലേ. പക്ഷേ ആ ബെസ്റ്റ് ഫ്രണ്ടിനോട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുമോ? എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും നിങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് പറയാൻ അല്ലേ. പക്ഷേ നമുക്കൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടുണ്ട്, അവൻ്റെ പേരാണ് യേശു അല്ലേ. ആ യേശു കർത്താവുമായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പുണ്ട്? എത്ര പേർക്ക് ആ റിലേഷൻഷിപ്പുണ്ട്? നമ്മളിപ്പം ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരാളുടെ എഫേർട്ട് കൊണ്ട് അത് നടക്കത്തില്ല. അത് 2 പീപ്പിൾസ് എഫേർട്ടാണ്. അത് 2 പേരുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൻ്റെ ബോണ്ട് നമുക്ക് സ്ട്രോങ് ആകത്തുള്ളൂ അല്ലേ. ഇപ്പം അങ്ങനെ ഒരു പേഴ്സണൽ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ ആഗ്രഹിക്കണം. നമ്മളും കൂടെ ആഗ്രഹിക്കണം. കർത്താവ് മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം കർത്താവ് എപ്പോഴും റെഡിയാണ്. കർത്താവ് എപ്പോഴും ആ ഇൻവിറ്റേഷൻ തുറന്നിട്ട്, ഇപ്പം നമ്മൾ നോക്കിയാൽ നമുക്ക് ഫേസ്ബുക്കിൽ എപ്പോഴും റിക്വസ്റ്റ് വരും. ആ റിക്വസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റത്തില്ല. അപ്പോഴും ആടെ ഫ്രണ്ടെന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ഫ്രണ്ട് ആകത്തില്ല. അതുപോലെ കർത്താവ് നമുക്ക് ആ ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഫ്രണ്ടാകാൻ തയ്യാറാണ്. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ടത്. നമ്മളത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണോ ഇല്ലയോ എന്ന്. കാരണം കർത്താവ് ആ ഫ്രണ്ട്ഷിപ്പ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യം ആർക്കെങ്കിലും എടുത്ത് വായിക്കാം. 15-ാം അധ്യായം 14-ാം വാക്യം. ആമേൻ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാകും എന്നാ കർത്താവ് പറഞ്ഞേ. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചാൽ, നമ്മൾ ഒബേ ചെയ്താൽ നമ്മൾ ആരായി? കർത്താവിൻ്റെ ഫ്രണ്ട്സ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞത്, യു ആർ മൈ ഫ്രണ്ട്സ് ഇഫ് യു ഡു വാട്ട് എവർ ഐ കമാൻഡ് യു. കർത്താവ്
പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ തയ്യാറായാൽ നമ്മൾ കർത്താവിൻ്റെ സ്നേഹിതരാണ്, നമ്മൾ കർത്താവിൻ്റെ ഫ്രണ്ട്സാണ്. അതാണ് വചനം പറയുന്നത്. പക്ഷെ എത്ര പേരതിന് റെഡിയാണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവുമായിട്ടുള്ളൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടതൊക്കെ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിലാണെങ്കിലും പെന്തക്കോസ്ത് ഫാമിലിയിലാണെങ്കിലും ജസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഡെയിലി എപ്പോഴും നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്, അല്ലെ ചർച്ചിൽ പോകാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയാം. പക്ഷേ ഇങ്ങനെ കർത്താവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ, ഒരു ഇതും കൂടാതെ, മറ്റൊരു വ്യക്തിയെ കൂടാതെ കർത്താവിൻ്റെ അടുത്ത് പോയി നമുക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് പറയാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും എന്നൊരു റിലേഷൻഷിപ്പിലോട്ട് ഞാൻ വരുന്നത് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന മിക്കവാർക്കും എല്ലാവർക്കും അറിയാം, എൻ്റെ അമ്മ എൻ്റെ 17ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം ഞാനൊരു ഡിപ്രഷനിലോട്ട് പോയി. എനിക്ക് ആൾക്കാരെ കാണുന്നത് ഇഷ്ടമില്ല, ആൾക്കാരോട് വർത്തമാനം പറയുന്നത് ഇഷ്ടമില്ല, എന്നെ ആരെങ്കിലും കാണാൻ വരുന്നത് ഇഷ്ടമില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഇൻറ്റു എ സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷൻ. ഞാൻ എൻ്റെ റൂം അടച്ച് ലോക്ക് ചെയ്ത് എൻ്റെ മുറിക്കകത്തിരിക്കുകയല്ലാതെ പുറത്തോട്ട് ആഹാരം പോലും കഴിക്കാൻ ഞാൻ വരത്തില്ല. കാരണം അതിനുള്ള ഇതില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ മരിച്ചതോടെ എൻ്റെ ജീവിതം തീർന്നു എന്നുള്ള നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒത്തിരി പേരെ ആശ്വസിപ്പിക്കാൻ വരും. പ്രായം അതായിരുന്നു, കാരണം 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒത്തിരി പേര് ആശ്വസിപ്പിക്കാൻ വരും, ഒത്തിരി പേര് നമ്മളെ കാണാൻ വരും. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആരും എന്നെ കാണുന്നത് എനിക്കിഷ്ടമില്ല, ഒരു വ്യക്തികളോടും സംസാരിക്കാൻ എനിക്കിഷ്ടമില്ല. എല്ലാവരും പറയും നീ ഒന്ന് കുറച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് അങ്ങനെ കരഞ്ഞു കഴിയുമ്പോൾ നീ ഫ്രീ ആകുമെന്ന് പറയും. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റിലല്ല ആ സമയത്ത്. നമ്മുടെ പാസ്റ്ററാണ് എന്നോട് പറയുന്നത് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് പാസ്റ്ററാണ്. അത് കുറേയൊക്കെ പാസ്റ്ററിൻ്റെ ലൈഫിൽ നിന്നാണ് ഞാൻ കണ്ടുപഠിച്ചത്. കാരണം പാസ്റ്റർ ഹവേഴ്സ് ആൻഡ് അവേഴ്സ് വർഷിപ്പിൽ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രസൻസ് ഓഫ് ജീസസിൽ കയറുന്നത് എങ്ങനെയാണെന്നും ആ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കയറുന്നത് എങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത് പാസ്റ്ററാണ്. അപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ റൂമിലിരിക്കുകയാണ്, ഭയങ്കരമായ ദുഃഖം. കാരണം എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കരയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആയിരുന്നു. എനിക്ക് കരയണമെന്ന് ഞാൻ ചിന്തിച്ചാലും കരയാൻ പറ്റത്തില്ല, ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് കണ്ടീഷനിലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കെ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് എന്നൊരു കാര്യത്തെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന എങ്ങനെയാണോ, ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കോൺവെർസേഷൻ ബിൽഡ് ചെയ്തപ്പം എന്തും എനിക്ക് ഷെയർ ചെയ്യാൻ കർത്താവിനോട് പറ്റുമെന്നൊരു സ്പേസ് എനിക്കായി. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാൻ റൂമിൽ ഭയങ്കരമായിട്ട് ദുഃഖിച്ചിരിക്കുക. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ റൂമിൽ ഞാൻ റൂം ലോക്ക് ചെയ്ത് അതിനകത്ത് എൻ്റെ ഒരു പില്ലോയും കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുക. ഞാൻ അവിടെ നിന്ന് അനങ്ങുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് ദുഃഖം, കാരണം എനിക്ക് കരയണമെന്നുണ്ട്. എനിക്കൊന്ന് എന്താ പറയുന്നേ, നമുക്ക് ഒന്ന് പുറത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചേ പറ്റൂ, എനിക്കതല്ലാതെ വേറൊരു നിവർത്തിയില്ല. എനിക്കിതിന്ന് പുറത്ത് വരണം. കാരണം അതിന് മുന്നേ വരെയുള്ള ഞാൻ അങ്ങനെയല്ല. അപ്പം എനിക്കിതിന് പുറത്ത് വരണം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങ് എന്നെ ഒന്ന് ഹഗ് ചെയ്യണം ഇപ്പോൾ. കാരണം എനിക്ക് എൻ്റെ ഈ ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് എനിക്കൊന്ന് പുറത്ത് വരണം. നിങ്ങൾ എത്ര പേര് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പല സിറ്റുവേഷൻസിലും ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഞാൻ ആ പറഞ്ഞ സെക്കൻഡിൽ എനിക്ക് ലിറ്ററലി ഫീൽ ചെയ്യായിരുന്നു എന്നെ കർത്താവ് ഹഗ് ചെയ്യുന്നത്. അന്ന് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ ഏകദേശം ഒരു 3-4 മണിക്കൂറോളം ഞാൻ ആ മുറിക്കകത്തിരുന്ന് കരഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ അതിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കർത്താവുമായിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ പലപ്പോഴും ഞാൻ ഇന്ന് ജീവിച്ചു പോലും ഇരിക്കത്തില്ലായിരുന്നു. കാരണം പല സമയത്തും ഞാൻ ആ സമയത്ത് സൂയിസൈഡ് ചെയ്യാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടുമുണ്ട്, ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളൊന്നും, അല്ലേ, കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും നിവർത്തീകരിക്കാതെ കർത്താവ് അങ്ങനെ നമ്മളെ പോകാൻ അനുവദിക്കത്തില്ല. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലേ. ഈ വാഗ്ദത്തത്തെക്കാൾ കൂടുതൽ എപ്പോഴും പാസ്റ്റർ പറയാറുണ്ട്, നമ്മൾ പ്രോമിസ് കീപ്പറെ വേണം നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ, അല്ലേ. നമ്മുടെ ജീവിതത്തിൽ
ഇപ്പം ഞാൻ ഓർക്കാറുണ്ട്, ഇപ്പം നമ്മൾ പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, നമുക്ക് ഹ്യൂമൻസിന് നമുക്ക് ഡിലീറ്റ് ബട്ടൺ ഇല്ല, അല്ലേ? ഡിലീറ്റ് ബട്ടൺ ഇല്ല. പക്ഷേ മറവി എന്നൊരു കാര്യം കർത്താവ് നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്, അല്ലേ? ഒരു തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ മറവി എന്നൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തോരം കാര്യങ്ങളിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, പല കാര്യങ്ങളും നമ്മളത് വിട്ട് കളയുന്നു, മറന്നു കളയുന്നു. അങ്ങനെ ഒരു മറവി നമ്മളില്ലായിരുന്നെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളും ഫ്രസ്ട്രേഷൻസും ഒക്കെ ഒന്ന് ആലോചിക്കുക, നമ്മുടെ തല ഇപ്പം എന്തോരം വലുതായിരുന്നേനെ, അല്ലേ? അങ്ങനെ ഒരു മെമ്മറി കർത്താവ് ആ മറവി നമുക്ക് തന്നതുകൊണ്ട് എല്ലാവരും പറയും മറന്നു പോകുമ്പോൾ അയ്യോ വലിയ ഇതാണ്. പക്ഷേ ഒരു തരത്തിൽ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ മറവി ഒരു അനുഗ്രഹം തന്നെ, അല്ലേ? പല കാര്യങ്ങളും മറന്നു പോകും. നമുക്ക് ഡിലീറ്റ് ബട്ടൺ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ പലരും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേനെ, അല്ലേ? പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ആ ഫ്രസ്ട്രേറ്റഡ് ആകുന്നതിന് പകരം കർത്താവുമായിട്ട് കുറച്ചുകൂടി ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലോട്ടാകുവാൻ നമ്മൾ ശ്രമിക്കണം. കർത്താവുമായിട്ട് ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലോട്ടാകുവാൻ ആഗ്രഹിക്കണം. ജെമിൻ എവിടെയെങ്കിലും ക്യാമ്പിന് പോയിട്ടുണ്ടോ? യൂത്ത് ക്യാമ്പിന്? ഇവിടെ ഇരിക്കുന്ന പലരും ഹോളി സ്പിരിറ്റിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ പോകുന്ന ചർച്ചിൽ സ്പിരിച്വൽ ഇതുണ്ടായാൽ എനിക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളിരുന്നാൽ തെറ്റാണ്. അതൊരു ഭാഗമാണ്, ഞാനതിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചിനകത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്, നിങ്ങൾ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്ക് പെട്ടെന്ന് തന്നൊരു എക്സാമ്പിളാണ്. ഒരു തോടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ആ തോടിൻ്റെ അരികെ ഇരുന്ന് ആ തോടിൻ്റെ ഭംഗി കാണുന്ന ആൾക്കാരുണ്ട്, അല്ലേ? അതൊരു കാറ്റഗറി. അതിനകത്ത് പോയി കൈ ഇങ്ങനെ തൊട്ട് നോക്കുന്നവരുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ വെള്ളത്തിൽ കൈ തൊട്ട് നോക്കുന്നവരുണ്ട്. മൂന്നാമതൊരു കൂട്ടരെന്ന് പറയുന്നത്, അവർ വെള്ളത്തിൻ്റെ കരയിലിരുന്നിട്ട് കാല് മാത്രം വെള്ളത്തിലിട്ടുകൊണ്ടിരിക്കും, അല്ലേ? കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ അതിനകത്ത് സ്വിം ചെയ്യാൻ ഇറങ്ങുന്നത് നമ്മൾ കാണാം. അതും കഴിഞ്ഞ് കുറച്ചുള്ള ആൾക്കാർ തലയടക്കം മുങ്ങി അതിനകത്ത് കുളിക്കുന്നതും കാണാം. ഇതിലേത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നത് നിങ്ങൾ വേണം തിരിച്ചറിയാൻ, നിങ്ങൾ വേണം ശോധന ചെയ്യാൻ. നിങ്ങൾ ഏറ്റവും കരക്കിരിക്കുന്ന ആൾക്കാരാണോ, നിങ്ങൾ അടുത്തതിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കണം കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിലോട്ട് ഇറങ്ങാൻ. കരക്കിരുന്ന് ഈ തോടിൻ്റെ ഒഴുക്കും അതിൻ്റെ ഭംഗിയൊക്കെ കാണുന്ന ആൾക്കാർക്കാണോ, അതിൻ്റെ അകത്തിറങ്ങി നീന്തി കുളിക്കുന്ന ആൾക്കാണോ അതിൻ്റെ എൻജോയ്മെൻറ്റും എക്സൈറ്റ്മെൻറ്റും കിട്ടുന്നത്? നീന്തി കുളിക്കുന്നവരൊക്കെ, അല്ലേ? നിങ്ങളൊക്കെ സ്വിം ചെയ്യാൻ പോയിട്ടുണ്ട്, എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരൊക്കെ ബീച്ചിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ബീച്ചിൻ്റെ കരയിൽ ആ സാൻഡിനകത്ത് ഇരിക്കുന്നതാണോ, അതോ നിങ്ങൾക്ക് ബീച്ചിലിറങ്ങി നിങ്ങൾ നീന്തി കുളിക്കുമ്പോഴാണോ നിങ്ങൾക്ക് അതിൻ്റെ സന്തോഷം വരുന്നത്? അതിനകത്ത് ഇറങ്ങിയാലല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഇതറിയത്തുള്ളൂ. അതിനകത്ത് ഇറങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്കതിൻ്റെ ആഴവും ഇതുമൊക്കെ അറിയണമെന്നൊരാഗ്രഹം വരത്തുള്ളൂ, അല്ലേ? ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമായിട്ട് ബീച്ചിൽ പോകുന്ന ഒരാൾ ഇറങ്ങി പതുക്കെ ഒന്ന് ഇറങ്ങി തിരയൊക്കെ വരുന്നതൊന്ന് കാലിലൊക്കെ തൊട്ടു, കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് മുട്ടറ്റം വരെ ആക്കി, കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി നമ്മൾ അരയോളമാക്കി, കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങി കുളിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ കാണുമ്പം നമുക്ക് കുറച്ചുകൂടി ആഴത്തിലോട്ട് പോകണമെന്ന് തോന്നും, അല്ലേ? അങ്ങനെ ആ ആഴത്തിലോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ആ സാന്നിധ്യം എവിടെയാണോ, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ അവിടുന്ന് മുമ്പോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങളത് ഹോളി സ്പിരിറ്റിനോട് പറയണം. നമ്മൾക്ക് പരിശുദ്ധാത്മാവിന് നമുക്ക് ഹെൽപ്പറായിട്ട് തന്നിട്ടാണ് കർത്താവ് പോയല്ലേ. നമ്മൾ ആ ഹോളി സ്പിരിറ്റിനോട് ചോദിക്കാൻ തുടങ്ങണം. നമ്മൾ ആ ഹോളി സ്പിരിറ്റിനോട് ചോദിക്കണം, കർത്താവേ നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം. ആ നദിയിൽ ഇറങ്ങി കുളിക്കുന്നവർക്ക് അത് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ ഇരിക്കുമ്പം കരയിലിരിക്കുന്നവർക്കോ അല്ലെ വെള്ളത്തിൽ തൊട്ട് നോക്കുന്നവർക്കൊക്കെ ഇവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പം വൺസ് ഇൻ എ വൈൽ അവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്താലായി. പക്ഷേ അതിനകത്ത് കംപ്ലീറ്റ്ലി സോക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി അതിനകത്ത് മുങ്ങി കുളിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ എന്തും അതിൻ്റെ സന്തോഷം. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല. ഞാൻ ഒത്തിരി ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അവിടെ നമുക്ക് കിട്ടുന്ന സന്തോഷം വേറെ ഒരു സന്തോഷമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ജോയ് ആൻഡ് ഹാപ്പിനെസ് നമുക്ക് പുറത്ത് ഒരു കാര്യങ്ങളോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. വൺസ് നമ്മളത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കും, നമ്മളത് കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? നമ്മളത് കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ കർത്താവിനെ കുറച്ചുകൂടെ കൂടുതൽ ആഗ്രഹിക്കണം. നമ്മൾ ആ ഒരു ഇൻറ്റിമസിയിലോട്ട് വരണം കർത്താവുമായിട്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പം നമ്മളിങ്ങനെ ചിലപ്പോൾ നിസ്സാരമായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ബ്ലെസ്സിങ് കൂടെ കഴിഞ്ഞ ദിവസം കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ
ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ ബേണർ കത്തുന്നില്ല. അത് എത്ര ശ്രമിച്ചിട്ടും കത്തുന്നില്ല. അപ്പം ഞാനിങ്ങനെ എല്ലാവരെയും വിളിച്ച് നോക്കി, യൂട്യൂബിലൊക്കെ നോക്കി, എല്ലാം ചെയ്ത് അതൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ കുറച്ച് സാൻഡ് പേപ്പർ വെച്ചൊക്കെ ഉരച്ച് നോക്കുക, അതിൻ്റെ ഇഗ്നൈറ്ററിൻ്റെ കുഴപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഓട്ടോമാറ്റിക് ഗ്യാസ് സ്റ്റൗവാണ്. എന്തൊക്കെ ചെയ്തിട്ടും അത് കത്തുന്നില്ല. അത് വന്നപ്പോൾ എനിക്ക് പ്രയാസം വന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്തുവാ ഇതൊന്ന് കത്തിക്കത്തില്ലേ, സിമ്പിളായിട്ടൊരു കാര്യം, കർത്താവിന് ഇതൊന്ന് കത്തിക്കത്തില്ലേ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് വീണ്ടും ഞാനത് ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തു. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞു, പ്രാർത്ഥിച്ചു, അടുത്തത് കത്താൻ പോവാം. വീണ്ടും കത്തിച്ചു, ഒന്നും സംഭവിച്ചില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കർത്താവിനോട് ഇത്രയും മാത്രം ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് പറയാൻ പറ്റത്തില്ല കർത്താവ്, ഞാൻ ഇനിയും പറയത്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്. ഞാൻ നോർമലി നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നതല്ല, ഞാൻ കർത്താവിനോട് ഇത്രയും ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പറയത്തില്ല, വേണമെങ്കിൽ കത്തിച്ചതാ എനിക്ക്, അല്ലെങ്കിൽ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ കത്തിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കത്തിക്കുക. നിസ്സാരം ഒരു കാര്യമാണ്, ഒരു ബേണർ നമ്മൾ ചിന്തിക്കുക എന്തൊരു സില്ലിയാന്ന് ചിന്തിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ പുറത്ത് അല്ലേ കർത്താവ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തോരം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പം കത്തിക്കണ്ട, ഇച്ചിരി 5 മിനിറ്റ് കഴിഞ്ഞോ, ഒരു 24 hours കഴിഞ്ഞോ ആണെങ്കിലും കത്തിച്ചാൽ മതി, ഒന്ന് കത്തിക്കണമെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. ഇനി ഞാൻ പറയത്തില്ലെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ കത്തിക്കും, അത് ഓട്ടോമാറ്റിക്കലി കത്തി, ആ ബേണർ കത്തി. അപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയൊരു കാര്യമായിരിക്കും, നിസ്സാര ഒരു കാര്യമായിരിക്കും, പക്ഷേ നമ്മൾ കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് നമുക്കത് വേണ്ടി ചെയ്തു തന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കി, എന്നെ കർത്താവിനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി എക്സാമ്പിൾസ് ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഒത്തിരി എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം കർത്താവ് അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നേ. പലപ്പോഴും കർത്താവ് സ്നേഹിക്കുന്ന സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലേ, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിന് പകരം നമ്മൾ കർത്താവിനോട് പരാതിയും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അതൊന്ന്, ആ പരാതിയൊക്കെ ഉണ്ട്, വിഷമമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ആ പറച്ചിലുകളൊക്കെ ഒന്ന് നിർത്തിയിട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഒന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് ആ ഒരു ബേസിക് ഒരു റിലേഷൻഷിപ്പ് കർത്താവുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനെ കൂടുതൽ ആഗ്രഹിക്കും അല്ലേ. കർത്താവിൻ്റെ ഫേവർ അപ്പം നിങ്ങളുടെ മേലുണ്ടാകും. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്ന അനുസരിച്ച് കർത്താവ് നിങ്ങളെ സ്നേഹിക്കും. കർത്താവ് അല്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് ഓൾവേസ് ഹിസ് ആംസ് ആർ ഓപ്പൺ വൈഡ് അല്ലേ. കർത്താവ് എപ്പോഴും നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് അവൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലാൻ കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പലരെയും പറ്റി, ഇവിടെ ഇരിക്കുന്ന പലരെയും പറ്റി കർത്താവ് അത് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ കർത്താവുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജോലി കാര്യങ്ങളും തിരക്കും ഒക്കെ കൊണ്ട് നമുക്ക് ഒത്തിരി എക്സ്ക്യൂസുകളുണ്ടല്ലേ. നമ്മളൊരിക്കലും ആ എക്സ്ക്യൂസുകളൊന്നും പറയാനിരിക്കുന്നതല്ല, പക്ഷേ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ എക്സ്ക്യൂസൊക്കെ നമ്മുടെ ഇതിൽ നിന്ന് വരും. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ജോലി കഴിഞ്ഞ് വരും, നമ്മൾ ടയേർഡായിരിക്കും, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്ക് എന്നാ ചെയ്യും, നമുക്ക് ഒത്തിരി എക്സ്ക്യൂസുകളാണ് കർത്താവിനോട് പറയാൻ. ചിലപ്പോൾ ഒരു വാക്കി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കിടക്കും, പക്ഷേ അപ്പോഴും നമ്മൾ വരുമ്പോൾ നമ്മുടെ കൂടെ ആ ടൈം സ്പെൻഡ് ചെയ്യാൻ കർത്താവ് വെയിറ്റ് ചെയ്യുമായിരിക്കും. ആ വെയിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ചിലപ്പോൾ കണ്ടില്ല എന്നോർത്ത് നമ്മൾ ഒരു വാക്കി പ്രാർത്ഥിച്ച് നമ്മൾ കിടന്നു. അപ്പോൾ കർത്താവിന് ദുഃഖം വരുമോ ഇല്ലയോ? വരത്തില്ലേ അല്ലേ? ഹോളി സ്പിരിറ്റിന് ദുഃഖം വരും അല്ലേ. ഇപ്പം നമ്മൾ ഹ്യൂമൻ ഇതിൽ നമ്മൾ എടുത്ത് നോക്കിയാലും ഇപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഞാനൊരു എക്സാമ്പിൾ പറയുക. ഇപ്പം ഹസ്ബൻഡ് വീട്ടിലോട്ട് ടയേർഡായിട്ട് കയറി വരുന്നു. ഓക്കെ, വൈഫ് ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുക കൂടിയിരിക്കണമെന്ന്. പക്ഷെങ്കിൽ ടയേർഡ്നെസ് കാരണം ഓക്കെ കൂടുതൽ സംസാരിച്ചില്ല, മിണ്ടിയില്ല, ജസ്റ്റ് കഴിച്ചു പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഫിന് ദുഃഖം വരത്തില്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയുക, എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദുഃഖം വരത്തില്ലേ? കാരണം എന്തുകൊണ്ടാണ്? ആ എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ടാണ്. അതേ സെയിം വേയിൽ നമ്മളെല്ലാ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ആ ഹോൾ ഡേ നമുക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുമായിരുന്നു. വന്നതിന് ശേഷം നമ്മളുമായിട്ടൊന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡേ എങ്ങനായിരുന്നെന്ന് നമ്മളൊന്ന് കർത്താവിനോട് പറയാൻ. നമ്മൾ ഓർക്കും കർത്താവിന് എല്ലാ കാര്യങ്ങളും അറിയത്തില്ലേ? അറിയാം, തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കർത്താവിന് അറിയാം. പക്ഷേ ആ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ആ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ, നമ്മൾ മാത്രമായിട്ട് കർത്താവിനോട് ആ ടൈം സ്പെൻഡ് ചെയ്യാൻ കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മൾ ബൈബിളിൽ നിന്ന് എക്സാമ്പിൾ എടുക്കുകയാണ്.
നമ്മൾ ക്രിസ്ത്യൻസ് ആയിരിക്കാം വർഷങ്ങളായിട്ട്, നമ്മളിപ്പോൾ പലരും നമ്മൾ ജനിച്ചത് തന്നെ ക്രിസ്തീയ കുടുംബത്തിലായിരിക്കാം. പക്ഷേ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നിങ്ങൾ കർത്താവിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആർക്ക് വേണേലും ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം, പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതെ ഫ്രണ്ടായിട്ട് അവർക്ക് വരാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. അതുപോലെ കർത്താവ് ഇപ്പം നമ്മൾ ബൈബിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജേക്കബ് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ ജേക്കബിന് കർത്താവ് ഒരു സ്വപ്നം കൊടുത്തു അല്ലേ? ആ സ്വപ്നത്തിൽ നിന്നുകൊണ്ടാണ് യാക്കോബ് അവിടുന്ന് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് യാക്കോബ് ഒരു ഇൻറ്റിമസി കർത്താവുമായിട്ട് ബിൽഡ് ചെയ്തെടുത്തത്. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു എല്ലാം വിട്ടെറിഞ്ഞ് പുറപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു. അബ്രഹാം അത് അതുപോലെ അനുസരിച്ചു. ഇവരൊക്കെ അതുപോലെ അനുസരിക്കുകയും കൂടെ ചെയ്തു. കർത്താവ് പറഞ്ഞ ആ കമാൻഡ്മെൻറ്റ്സ് അതുപോലെ ഒബേ ചെയ്യുന്നുണ്ട് അല്ലേ? കർത്താവ് പറഞ്ഞതനുസരിച്ച് അബ്രഹാം അത് എല്ലാം വിട്ടിട്ട് അബ്രഹാം പുറപ്പെട്ടു അവിടുന്ന്. അങ്ങനെ അബ്രഹാമിനോട് കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. അബ്രഹാം കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. അവിടെ അവരങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി അല്ലേ? അതുപോലെ നമ്മളിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെന്നും കർത്താവിൻ്റെ കൂടെ ആ സമയം സ്പെൻഡ് ചെയ്യണമെന്നും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്നതും കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആയിക്കഴിയുമ്പം നിങ്ങൾക്ക് വരുന്ന മാറ്റവും ഭയങ്കരമായിരിക്കും. അതിൻ്റെ ആ ഹാപ്പിനെസ്സും ജോയും ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തുവാന്ന് ചോദിച്ചാൽ, നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനോട് ഒരു വാക്ക് പറയാം. എപ്പോഴെങ്കിലും നിങ്ങൾ പറയാറുണ്ടോ യേശുപ്പ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നെന്ന് പറയാറുണ്ടോ? എവരി ഡേ അത് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എവരി ഡേ. ഹോസാനക്കുട്ടി പറയാറുണ്ട്, ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. ചേച്ചി പറയാറുണ്ട്, ഹോസാന എപ്പോഴും പറയാറുണ്ട്. ഹോസാന എഴുന്നേക്കുന്നത് തന്നെ ഐ ലവ് യു ജീസസ് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കുന്നത്, അല്ലെ ഗുഡ് മോർണിംഗ് ജീസസ് പറഞ്ഞുകൊണ്ട് ഹോസാനക്കുട്ടി എഴുന്നേക്കുന്നത്. അതെന്ന് പറയുമ്പം അവൾ കുഞ്ഞാണ്, പക്ഷേ ആ ഒരു കോൺവെർസേഷൻ നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ ഒരു ബേസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പിള്ളേർ അതിൽ നിന്ന് വളർന്ന് വരുന്നത്. അപ്പോൾ കർത്താവിനോടുള്ള ആ സ്നേഹം അവർക്ക് മനസ്സിലാകും, അങ്ങനെ ഒരാളുണ്ട്, നമുക്കെല്ലാം പറയാൻ പറ്റും. നമുക്ക് ഇപ്പം നമ്മൾ കർത്താവ് നമ്മളോട് എല്ലാവരോടും സംസാരിക്കുന്ന രീതി അല്ലെ ഇടപെടുന്ന രീതി ഒരുപോലെ ആയിരിക്കത്തില്ല. എല്ലാവരോടും ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം ഹോസാനായിക്ക് പോലും കർത്താവ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ചിലപ്പം ചിന്തിക്കും, നമുക്കത് ഒത്തിരി ആശ്ചര്യമായിട്ട് നമ്മുടെ ഇതിൽ തോന്നും. അപ്പം ഞങ്ങൾ ഹോസാനയോട് പറയാറുണ്ട്, ഒരു ഡയറിക്കകത്ത് എഴുതി വെക്കണം, വാട്ട് ജീസസ് ഇസ് ടോക്കിംഗ് ടു യു, യു ഷുഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് ഇറ്റ്. കാരണം പലപ്പോഴും ഇപ്പം ചേച്ചിയാണെങ്കിൽ ഹോസനായെ സ്കൂളിൽ കൊണ്ടുവിടാനൊക്കെ പോകുന്ന സമയത്ത് വണ്ടിയൊക്കെ എല്ലാം പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. നിസ്സാര എക്സാമ്പിളുകളാണ് ഞാൻ പറയുമ്പം ഹോസന പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട്, മമ്മ ഡോണ്ട് വെറി, ലോർഡ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, മൈ ജീസസ് വിൽ ടേക്ക് കെയർ. അത്ര ഒരു ധൈര്യം ഈ കുഞ്ഞു പ്രായത്തിൽ അവളുടെ മനസ്സിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കർത്താവുമായിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അത് അവളുടെ വായിന്ന് കേൾക്കുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. അപ്പം നമ്മൾ തന്നെ കുറച്ച് ധൈര്യപ്പെടും. കൊച്ചത്രയും പറയാമെങ്കിൽ നമ്മൾ അപ്പോഴായിരിക്കും ചിലപ്പം ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങളിലൂടെയാണ് കർത്താവ് ചിലപ്പോൾ നമ്മളോട് സ്വപ്നങ്ങളിൽ കൂടി ആയിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരാൾ വഴിയായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വഴിയായിരിക്കും, അല്ലെ നമ്മളിപ്പോൾ ചുമ്മാ പോകുന്ന വഴിക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതായിരിക്കും, അതിനകത്ത് ഒരു കോട്ടായിരിക്കും. ചിലപ്പോൾ നമ്മളിരിക്കുന്ന സിറ്റുവേഷൻസിന് ആപ്റ്റായ രീതിയിൽ അപ്പം കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അല്ലേ? ഞാൻ കർത്താവിനെ ഒത്തിരി 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 സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ കർത്താവുമായിട്ട് ആ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടേ നമ്മൾ കർത്താവുമായിട്ട് ആ ഒരു ഫെലോഷിപ്പ് എൻജോയ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ കർത്താവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? നമ്മൾ ഒരാളെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും, ഫോളോ ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ എപ്പോഴാണ്? നമ്മൾ ഒരാളെ സ്നേഹിച്ച് കഴിയുമ്പോഴാണ്. നിങ്ങൾ ആ കർത്താവിനെ അങ്ങനെ സ്നേഹിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കർത്താവിനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്ലൈൻഡ്ലി നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കർത്താവിനെ അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റും അല്ലേ? ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 2-3 ആഴ്ചയായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ കർത്താവ് എൻ്റെ മനസ്സിൽ തരുന്നൊരു കാര്യം, നമ്മൾ ഒത്തിരി കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഹോളി സ്പിരിറ്റ് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മിനിസ്ട്രി ലെവലിലൊക്കെ കയറിയിരിക്കുന്നവർക്കറിയാം നമ്മൾ എവിടെയായിരുന്നു എന്നും
ഇപ്പം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് നിരാശ വരാറുണ്ട്, അല്ലേ? പക്ഷേ ഞാൻ പറയുന്നു, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്ലസ്സൻ ചേട്ടാ കർത്താവിനോടൊരു കാര്യം പറയുന്നു. നിങ്ങളെ ഇന്ന് വരെയുള്ള ഒരു കാലയളവിനെ കർത്താവ്, ഒരു ബ്രാക്കറ്റിനെ കർത്താവ് അങ്ങ് പൊളിച്ച് കളയുക. എന്നിട്ട് കർത്താവ് അടുത്ത ഒരു ലെവലിലോട്ട് കയറ്റാൻ പോവുക. മിനിസ്ട്രിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് ഓർത്ത് ഇനി നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. കർത്താവ് ആ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ചിലപ്പം കർത്താവ് പറഞ്ഞ പ്രോമിസസ് നമ്മുടെ ഇടയിൽ നടക്കാതെ വരുമ്പോൾ ചിലപ്പം ചിന്തിക്കുമായിരിക്കും, കർത്താവ് എന്നെ മറന്നു കളഞ്ഞോ, അല്ലെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലേന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ കർത്താവ് ഇപ്പോഴും പറയുന്നു, അത് ഞാൻ തള്ളിക്കളഞ്ഞതല്ല, അതെൻ്റെ ഒരു ടൈമാണ്. ആ ഒരു ടൈം പീരീഡിലാണ് ഇപ്പോൾ ചേട്ടൻ. ആ ടൈം പീരീഡിൽ കർത്താവ് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ടൈം പീരീഡ് കഴിയുമ്പോൾ ഒരു കഴുകൻ ചിറകടിച്ചുയരുന്നതിനെ പോലെ ശക്തിയോടുകൂടെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവ് ഇപ്പം എന്നോട് പറഞ്ഞ കാര്യം, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒരു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ കർത്താവ് വെളിപ്പെടുത്തി തരും ഏത് മേഖല. കർത്താവിനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ കർത്താവ് ആ സമയങ്ങളിൽ വെളിപ്പെടുത്തി തരും എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നൊരു കാര്യമാണ് കർത്താവിനോട് ഇപ്പോൾ പറഞ്ഞത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കാരണം കർത്താവിൻ്റെ കൈ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് എല്ലാം ടേക്ക് കെയർ ചെയ്തോളും. പാട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇൻ ഹിസ് ടൈം ലോർഡ് വിൽ മേക്ക് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. അതുതന്നെ കർത്താവിൻ്റെ വചനം പറയുന്നത്. നമുക്ക് പലപ്പോഴും അതൊരു ഡിലേ ആയിട്ട് തോന്നിയാൽ, അല്ലെങ്കിൽ ഡിനയലായിട്ട് തോന്നിയാൽ, കർത്താവ് ഇപ്പം പറയുന്നുണ്ട് അതൊരു ഡിലേ അല്ല, അതൊരു ഡിനയൽ അല്ല. പക്ഷേ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു അപ്പോയിൻറ്റഡ് ടൈം വ്യക്തമായിട്ട് എന്നോട് കർത്താവ് പറഞ്ഞത്. കർത്താവ് ഒരു ബ്രാക്കറ്റിനെ അങ്ങ് പൊളിച്ച് കളയുക. ഇനി അങ്ങോട്ട് കയറുന്ന ഒരു സീസൺ ബ്ലെസ്സിങ്ങിൻ്റെ സീസൺ ആയിരിക്കും. ഇനിയും ചേട്ടൻ കാലെടുത്ത് വെക്കുന്ന സീസൺ ജോയിയുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു സീസൺ ആയിരിക്കും. ഇത്രയും നാളെ എന്തെങ്കിലും കാര്യം ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ അതെല്ലാം മാറ്റി ഒരു ജോയ്ഫുൾ ആൻഡ് ഹാപ്പിനെസ്സിൻ്റെ സീസണിലോട്ട് കർത്താവ് കയറ്റാൻ പോവുക. പ്രത്യേകിച്ച് സ്പിരിച്വൽ തലത്തിൽ കർത്താവ് ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് വേറൊരു ലെവലിലോട്ട് കർത്താവ് കയറ്റാൻ പോവുക. ഹല്ലേലൂയ. എത്ര പേര് കർത്താവിന് നന്ദി പറയുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ശക്തമായിട്ടുണ്ട്. ഇവിടെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്നലെ ഞാൻ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്ലസ്സി ഞാനും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ശക്തമായിട്ട്, ദൈവസാന്നിധ്യം ഞങ്ങളുടെ റൂമിൽ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് എന്താ പറയുക, ഐ കുഡിൻ ഹോൾഡ് മൈ ടിയേഴ്സ്. കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻസോ ബൗണ്ടറിയോ വെച്ചല്ല നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ സോക്കാകാൻ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കും അല്ലേ? അതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും അങ്ങനൊരു സാന്നിധ്യത്തെ കർത്താവിന് വേണ്ടി കൊതിക്കണം. കർത്താവിൽ നിന്ന് കൊതിക്കണം അങ്ങനൊരു സാന്നിധ്യം. അങ്ങനെയുള്ളൊരു കർത്താവ് നിറയ്ക്കും. നിങ്ങളുടെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവാണ് അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജമീനോടും ലീജോയോടും ഒക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കർത്താവിൻ്റെ കാര്യത്തിൽ ഒരു കുറച്ച് ഇൻട്രസ്റ്റ് ആൻഡ് എഫേർട്ട് കാണിക്കുക, കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ആ എഫേർട്ട് എടുക്കും അല്ലേ? നമ്മളായിട്ടൊരു എഫേർട്ട് അങ്ങോട്ട് കൊടുക്കാതെ കർത്താവ് ചെയ്യത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിന്നൊരു ഡിസയറും കൂടെ ഉണ്ടാകണം. നിങ്ങളും കൂടെ അത് കർത്താവിന് അലവ് ചെയ്യണം. എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കർത്താവിന് നിങ്ങൾ അനുവാദം കൊടുത്താലേ കർത്താവിന് ആ കർത്തൃത്വം ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു സറണ്ടർ ടു ഹിം. നിങ്ങൾ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കണം. എന്നാലേ കർത്താവിന് ആ കർത്തൃത്വം ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷമുള്ള കാര്യങ്ങൾ കർത്താവ് കൺട്രോൾ ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതകരമായി തോന്നുന്ന രീതിയിൽ കർത്താവ് വഴികളെ തുറക്കും. അങ്ങനെ കർത്താവ് പ്രവർത്തിക്കും അല്ലേ? സ്തോത്രം. നിങ്ങളെല്ലാവരും ഞാൻ ഇന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന നമ്മൾ ഒത്തിരി പേര്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ നമ്മൾ ഒത്തിരി പേര് ആ കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഒത്തിരി യൂത്ത് ക്യാമ്പിന് പോയിട്ടുണ്ട്, കോൺഫറൻസിന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കുള്ള ആ ഒരു സന്തോഷം ഇപ്പോഴും നിങ്ങളുടെ ഇടയിലുണ്ടോ? നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങൾ അത് ചർച്ച വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല എന്നുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും തോടിൻ്റെ കരയ്ക്കിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? നിങ്ങൾ ഒരിക്കൽ മുങ്ങി കുളിച്ചതായിരുന്നു, പക്ഷെ നിങ്ങൾ വീണ്ടും തോടിൻ്റെ കരയിൽ കയറിയിരുന്ന് അതിൻ്റെ ഭംഗി കാണുന്നതേ ഉള്ളൂ അല്ലേ? പക്ഷേ അങ്ങനെ ഒരു സാന്നിധ്യം വരുന്നുണ്ടേ നിങ്ങളത് സെൻസ് ചെയ്യാൻ കർത്താവിനോട്, നിങ്ങൾ ഹോളി സ്പിരിറ്റിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കണം. അത് സെൻസ് ചെയ്യാൻ, നിങ്ങളെ മനസ്സിലാക്കി തരാൻ നിങ്ങൾ കർത്താവിനോട് പറയണം.
അത് മനസ്സിലാക്കി തരും. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചോദിക്കണം കർത്താവിനോട്, കർത്താവെ എൻ്റെ ശരീരത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യത്തക്ക രീതിയിൽ എനിക്കൊന്ന് മനസ്സിലാക്കി തരാൻ നിങ്ങൾ പറഞ്ഞു. സിമ്പിളായിട്ട് ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ, അപ്പച്ച ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എന്നാൽ ഞാനിപ്പോൾ അത് ആഗ്രഹിക്കുന്നു. എൻ്റെ മേൽ അതിനെ ഒന്ന് അയക്കണം, പരിശുദ്ധാത്മാവിനെ ഒന്ന് അയക്കണം, എൻ്റെ മേൽ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒന്ന് നിറഞ്ഞൊഴുകണം, എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട് നിങ്ങൾ എപ്പോൾ പറയാൻ തുടങ്ങുന്നോ, കർത്താവ് അപ്പോൾ തൊട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് തരും അത് കർത്താവ്. കാരണം ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാമെങ്കിൽ അത് കുറച്ച് പേർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നിറയ്ക്കാൻ കർത്താവിന് സാധിക്കും അല്ലേ? അങ്ങനെ ഒരു കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നത്. നിങ്ങൾ എല്ലാത്തിനേക്കാൾ ഉപരി കർത്താവിനെ അങ്ങ് സ്നേഹിക്കുക, അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് സ്നേഹിക്കുക കർത്താവിനെ. ആ കർത്താവ് നിങ്ങളെ എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത്, അതുപോലെ നിങ്ങൾ കർത്താവിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുക. അപ്പം നിങ്ങൾക്ക് കർത്താവിൻ്റെ ആ സ്നേഹം മനസ്സിലാകും, കർത്താവിൻ്റെ ആ സാന്നിധ്യം മനസ്സിലാകും. കൂടുതൽ കർത്താവിൻ്റെ കൂടെ നടക്കണമെന്ന് തോന്നും, ഡെയിലി കർത്താവിൻ്റെ കൂടെ നടക്കണമെന്ന് തോന്നും, ഡെയിലി കർത്താവിനോട് സംസാരിക്കണമെന്ന് തോന്നും. ചില സമയത്ത് ഞാൻ വീട്ടിൽ വന്നിട്ട് ചിലപ്പം ഞാനും ഈ പറഞ്ഞ പോലെ ടയർഡ്നെസ് കാരണം പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു വാക്കിൽ അങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ദുഃഖം വരാറുണ്ട്. ചില സമയത്ത് ഉറക്കത്തിൽ അങ്ങനെ ദുഃഖം വന്നിട്ട് കരഞ്ഞുകൊണ്ട് മുട്ടയെ വീണിട്ടുണ്ട് ഞാൻ 2 മണിക്കും 3 മണിക്കൊക്കെ. കാരണം ചില സമയത്ത് കർത്താവിൻ്റെ ആ ദുഃഖം എനിക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ മനസ്സിലാക്കി തരുന്നതുകൊണ്ടേ നമുക്ക് ആ സമയത്ത് കർത്താവിൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞ് കർത്താവിനോട് നന്ദി പറയാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് പറയുന്നുണ്ട്, കർത്താവിനെ ആരാധിക്കുമ്പോഴെപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ കർത്താവിനെ നമ്മൾ ആരാധിക്കണം. കർത്താവ് വരുമ്പോൾ നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട റെവറൻസ് നമ്മൾ കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഞാൻ മുമ്പേ ഇവിടെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ നിങ്ങളുടെ വീട്ടിലോട്ട് വരുവാന്നിരിക്കട്ടെ, നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. ഓക്കെ, രാവിലെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വീട് വൃത്തികേടായിട്ടിടുവോ? ഗാർഡൻ വൃത്തികേടായിട്ടിടുവോ? കാറ് വൃത്തികേടായിട്ടിടുവോ? ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് വരുന്നതെന്ന് പറയും, നിങ്ങൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കത്തില്ലേ? എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നമ്മൾ വയ്ക്കും ഇല്ലേ? നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഹൂവർ ചെയ്ത് വൃത്തിയാക്കി നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫുഡ് നമ്മൾ റെഡിയാക്കും. എത്രമാത്രം വിഭവങ്ങൾ കൊണ്ട് നമ്മൾ ടേബിൾ നിറയ്ക്കാമോ അത്രയും മുഴുവൻ നമ്മൾ നിറയ്ക്കും അല്ലേ? പ്രൈം മിനിസ്റ്റർ വേണ്ട, നിസ്സാരം ഒരു VIP ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഗസ്റ്റ് ആയിക്കോട്ടെ, വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ കർത്താവ്, രാജാവായ കർത്താവ് അല്ലേ, ഈസ് ദ കിങ് ഓഫ് കിങ്സ്, ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. അങ്ങനെ കർത്താവ് നമ്മുടെ സന്നിധിയിൽ ഇറങ്ങി വരുമ്പം നമ്മൾ എന്തുകൊണ്ട് അതിനു വേണ്ടി പ്രിപ്പയർ ആകുന്നില്ല? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. നമ്മൾ എന്തുകൊണ്ട് അതിന് പ്രിപ്പയർ ആകുന്നില്ല? നമ്മളതിന് പ്രിപ്പയർ ആകണം. നമ്മൾ ഏത് സമയത്തും കർത്താവിൻ്റെ ആ സാന്നിധ്യം, കർത്താവ് എപ്പോഴാണോ വരുന്നത് അതിനെ സ്വീകരിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം. അതിന് നമ്മൾ ചർച്ചിൽ വരുമ്പം നിങ്ങൾ ഉച്ചയ്ക്കാണ് ചർച്ച്, 1 മണി വരെ കിടന്നുറങ്ങിയതിന് ശേഷം 1:30 ആകുമ്പോൾ എഴുന്നേറ്റ് റെഡിയായി വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ? എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ ചർച്ചിൽ വരുന്നതിന് മുന്നേ സർവീസിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരുന്ന എത്ര പേരുണ്ട്? നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവരും അത് ചെയ്യാറില്ല. പക്ഷെ നമ്മളത് സമയം കണ്ടെത്തി നമ്മൾ അറ്റ്ലീസ്റ്റ് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇന്ന് എനിക്ക് നിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ചർച്ചിൽ വരുമ്പോൾ നിങ്ങൾ നോക്ക്, ആ സാന്നിധ്യത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കതൊരു ചലഞ്ചായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. നിങ്ങൾ കർത്താവിനോട് പറഞ്ഞതിന് ശേഷം, കർത്താവെ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് വന്ന് നോക്ക്. അപ്പോൾ അറിയാം നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം എന്താ. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. വൺസ് നമ്മൾ അതിനകത്ത് ഇറങ്ങിയാലേ നമുക്കതിനോട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നത്തുള്ളൂ. കൂടുതൽ വേണം അല്ലേ? ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാല് നനച്ച് നമ്മൾ ബീച്ചിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മുട്ടറ്റം വരെ ഒന്ന് നനയ്ക്കണമെന്ന് തോന്നും അല്ലേ? നമ്മൾ മുട്ടറ്റം വരെ നനയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങി നമ്മൾ അരയോളം നനയ്ക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ കഴുത്ത് വരെയാകും. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ തലയിടക്കം മുങ്ങി അതിനകത്ത് കുളിക്കും. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് ഞാൻ ഈ കർത്താവിനോട് ഈ ദിവസങ്ങളിൽ ഞാൻ ചോദിക്കുന്നതും അത് തന്നെയാണ്.
നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുത്ത് ആ ഒരു ഇൻറ്റിമസിയിൽ കർത്താവുമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ എല്ലാ ബ്ലെസ്സിങ്സും കർത്താവ് നമുക്ക് തരും. കർത്താവ് പറയുന്നത് എന്താ? മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിനെന്ന്, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അല്ലേ? നമ്മൾ കർത്താവിന് വേണ്ടി കുറച്ച് എഫേർട്ട് ഇട്ടാൽ, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ കാര്യത്തിൽ കർത്താവ് എടുക്കുന്ന ഇൻട്രസ്റ്റ് വലുതായിരിക്കും. മറ്റുള്ളവരെക്കാളൊക്കെ ഇപ്പം നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ കൂടുതൽ ഫേവർ കർത്താവ് നിങ്ങളുടെ മേലിടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ചെറിയ ചെറിയ എക്സാംസ് ആയിരിക്കും. അല്ല, നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്നിടത്ത് നിങ്ങൾക്കിപ്പോൾ എക്സാം ഉണ്ട്, പക്ഷേ നിങ്ങൾ പോലും അറിയാതെ കർത്താവ് അത് ചെയ്യും. ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുക. പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിട്ട് എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യാതെ ഞാൻ കട്ടിലേ കിടക്കുക. അന്ന് എൻ്റെ നടുവെട്ടിയിരിക്കുക. അപ്പം എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം എനിക്ക് എക്സാമാണ്, മെയിൻ എക്സാം, ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുക. അതുവരെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയിട്ടില്ല, സ്കൂൾ എക്സാം അല്ലാതെ. അതുകൊണ്ട് നമുക്കറിയത്തില്ല എങ്ങനെയാണെന്ന് തോന്നുന്നു. എല്ലാവരും പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇതുകൊണ്ട് ഭയങ്കര പേടിയാണ് മനസ്സിൽ, എന്നാ ചെയ്യും. പക്ഷേ ഒരു സെക്കൻഡ് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാവരും പഠിക്കുക. നമുക്ക് ആരോട് പറയാൻ പറ്റും? ഫ്രണ്ട്സ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനോട് എത്ര നേരം പറയാൻ പറ്റും? അവർക്ക് പഠിക്കാനുണ്ട്, അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് അവരെ ബോധർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷനുണ്ട്, അല്ലേ? ഇത്രയും കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഒരു 5 മണിയായി കോളേജിൽ നിന്ന് വന്നു, 8 മണി വരെ കിടന്നിട്ട് 8 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ ബാക്കി എല്ലാവരും ഇരുന്ന് പഠിക്കും, വന്നപ്പോൾ തൊട്ട് പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കാണുമ്പോഴുള്ള ടെൻഷനും നമുക്കുണ്ട്. കറക്റ്റ് 8 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. കറക്റ്റ് 8 മണിയായപ്പം കറണ്ട് പോയി. ജനറേറ്റർ ഇല്ല, ഇൻവേർട്ടർ ഇല്ല, ഒരു മെഴുകുതിരി പോലും ഇല്ല. എനിക്കുണ്ടാകുന്ന പ്രയാസം എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ കോളേജിൽ പോയിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി എക്സാമിന് തലേദിവസത്തെ കാര്യം ഞാൻ പറയുന്നത്. എന്തുമാത്രം പ്രയാസം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞാൻ എന്നാ ചെയ്യും? ഞാനൊന്നും പഠിച്ചിട്ടില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊരു മെഴുകുതിരി എങ്കിലും എവിടുന്നെങ്കിലും തരാൻ പറഞ്ഞു. ഞാൻ മെസ്സിലൊക്കെ പോയി ചോദിച്ചു, ഒരു മെഴുകുതിരി എനിക്ക് തരാം. അവിടെയൊന്നും മെഴുകുതിരിയൊന്നും ആരുടെയും കയ്യിലില്ല. അവർക്കുള്ള മണാണവിളക്കൊക്കെ ഉണ്ട്, അതൊന്നും അവർ പഠിക്കാൻ സ്റ്റഡി റൂമിൽ തന്നു വിടത്തില്ല. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് വേണ്ടി നീ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞാൻ കർത്താവിനോട്, കർത്താവേ എൻ്റെ വേദന നിനക്കറിയാം, ഞാൻ വേറെ ആരോട് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അത്രയും വേദനയുടെ ഇടയിലും എനിക്ക് കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ ഒരു മെഴുകുതിരി എനിക്കറിയാം. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം വേറെ ഏതോ ഒരു ഫ്ലോറിൽ നിന്ന് എൻ്റെ കൂടെ പോലും പഠിക്കുന്ന അല്ലാത്തൊരു വ്യക്തി അവിടെ കൊണ്ടുവന്നിട്ട് എന്നോട് ചോദിച്ചു, മെഴുകുതിരി വേണം. ഞാനപ്പം സ്റ്റഡി റൂമിലോട്ട് എഴുന്നേറ്റ് ചെന്ന് 8 മണിയാകുമ്പോൾ പഠിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഇരുട്ടത്തിരിക്കുന്നുണ്ടോണ്ട് എന്നോട് ചോദിച്ചു, നിനക്ക് മെഴുകുതിരി വേണമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ അന്തം വിട്ടുപോയി. കാരണം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റേ അല്ല, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നു, ഹോസ്റ്റലിൽ പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരുമിച്ച്. അപ്പം ഫിസിയോതെറാപ്പി പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് പോലും അറിയത്തില്ല. എന്നോട് ചോദിച്ചു, മെഴുകുതിരി തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ ആ മെഴുകുതിരി വാങ്ങിച്ച് കത്തിച്ച ടേബിളെ കത്തിച്ച് വെച്ചു. കത്തിച്ച് വെച്ചിട്ട് ഇരുന്ന് പഠിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വേദന കാരണം. ഇപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് പുസ്തകം മുഴുവൻ, ഒരു വർഷത്തെ മുഴുവൻ പഠിച്ചു തീർക്കാനുള്ള സമയം എനിക്കില്ല. ഞാൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നോക്കിയിട്ട്, യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും അവർ പറയാറുണ്ട്, നമ്മൾ പഴയ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പാസ്സാകാനുള്ള മാർക്ക് കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം, എൻ്റെ ഒരു 10-20 ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പം ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നുമേ ആ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടില്ല. നമ്മൾ ഈ വർഷം പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, സിമ്പിളായിട്ട് നമ്മൾ ഓർക്കുന്ന സിമ്പിളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. പക്ഷേ അങ്ങനൊരു ക്വസ്റ്റ്യനെ ഞാൻ കാണുന്നില്ല അതിനകത്ത്. ഞാൻ ഓർത്ത്, കർത്താവേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പേപ്പർ നാളെ എനിക്ക് വന്നാൽ 100% ഞാൻ ഫെയിലാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനൊരു ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടി, 100% ഞാൻ ഫെയിലാണ്. കാരണം എനിക്കറിയത്തില്ല, അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിനകത്തുള്ള ഒരു 20-25 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആദ്യം തൊട്ട് താഴെ വരെ ഞാൻ ആ ക്വസ്റ്റ്യൻസ് പഠിച്ചു. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ മാത്രം ഞാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻ കില്ലർ കഴിച്ചിട്ട് പോലും നടുവേദന കുറയാഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് പറ്റത്തില്ല, ജയിച്ചാൽ ജയിച്ചു, തോറ്റാൽ തോറ്റു, ഞാൻ കിടക്കാൻ പോകുമെന്ന് പറഞ്ഞു. ആ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറെ ഞാൻ നോക്കിയുള്ളൂ. ആ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. ഉറങ്ങുന്ന എപ്പോഴാണ്, 2 മണിക്കോ 3 മണിക്കോ എങ്ങാണ്ട. രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റ് ബസ് വന്നു, 7 മണിക്ക് എക്സാമിന് പോവാം. ഞാൻ എക്സാം ഹോളിൽ ചെന്നു. നമ്മൾ പേടിച്ചാ ചെല്ലുന്നേ. എക്സാം ഹോളിൽ ചെന്നു,
ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തന്നു. ഞാൻ ഇന്ന് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. ഞാൻ കർത്താവിന് നന്ദി പറയാതിരിക്കത്തില്ല. കാരണം ഞാൻ പഠിച്ച അതേ ക്വസ്റ്റ്യൻ പേപ്പർ, അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ടോപ്പ് ടു ബോട്ടം, ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് അന്ന് എക്സാമിന് വന്നത്. ബാക്കി എല്ലാവർക്കും അത് പാടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ പഠിച്ചിട്ടുള്ളായിരുന്നു. അതെനിക്ക് വേണ്ടി കർത്താവ് ചെയ്ത ഫേവർ അല്ലേ? നമ്മൾ കർത്താവിനെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയത്തക്ക രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്, അല്ലേ? ഞാനന്ന് കർത്താവിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഞാൻ എക്സാം ഹോളിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. കണ്ണുനീര് എൻ്റെ പേപ്പറേ വരുന്നുണ്ട്. പക്ഷേ വേറൊരാൾക്ക് അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തി ഞാനാണ്. ആ കർത്താവിൻ്റെ ഫേവറും സ്നേഹവും എക്സ്പീരിയൻസ് ചെയ്ത ഞാനാണ്, അല്ലേ? അങ്ങനെ നമ്മൾ ഓരോരുത്തരും കർത്താവിൽ നിന്ന് അങ്ങനെ ഓരോ ഫേവറും സാന്നിധ്യവും എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം, അല്ലേ? നമ്മൾ ഇന്ന് എത്ര പേര് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് കർത്താവിനോട് പറയാം. നിങ്ങളൊന്ന് പറഞ്ഞേ, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? നിങ്ങൾ ചങ്കത്ത് കൈ വെച്ചൊന്ന് പറയാൻ ജമീൻ, നിങ്ങൾ കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോടൊന്ന് സംസാരിക്കാൻ തുടങ്ങിക്കേ. നിങ്ങളിതിനെ ഒരു നിസ്സാര കാര്യമായിട്ട് എടുക്കരുത്. നിങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ കർത്താവിനോടൊന്ന് ചോദിച്ചേ, കർത്താവ് അപ്പച്ച ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, കർത്താവ് അപ്പച്ച അങ്ങ് എന്നോടൊന്ന് ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എത്ര പേര് പറയുന്നുണ്ട്? എത്ര പേര് ആ കർത്താവിൻ്റെ കൂടെ നടക്കാൻ തയ്യാറാണ്? നിങ്ങൾക്ക് ഇതുവരെയും ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു റിലേഷൻഷിപ്പ് കർത്താവുമായിട്ട് ഇല്ലായിരുന്നായിരിക്കാം. പക്ഷേ ഇന്ന് തൊട്ട് നിങ്ങൾക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇന്ന് തൊട്ട് നിങ്ങൾക്കൊന്ന് കർത്താവിനോട് പറയാൻ പറ്റുമോ, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നപ്പാ, ഞാൻ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നപ്പാ. നിങ്ങളൊന്ന് ഹൃദയം തുറന്നൊന്ന് പറഞ്ഞേ, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇപ്പം പോലും നിങ്ങളൊന്ന് കർത്താവിനോട് പറയുവാണ്, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ നിമിഷം ഇവിടെ ഇറങ്ങി വരുന്ന കർത്താവാണ് എൻ്റെ കർത്താവിനെയാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനൊരു കർത്താവിനെയാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഇനിയും അങ്ങനൊരു റിലേഷൻഷിപ്പ് ആദ്യമായിട്ട് തുടങ്ങുന്ന വ്യക്തി ആയിക്കോട്ടെ, അല്ലെ നേരത്തെ ഉണ്ടായിരുന്ന ആ റിലേഷൻഷിപ്പ് ഇടയിൽ വെച്ച് ബ്രേക്കപ്പ് ആയി പോയിട്ട് നിങ്ങളത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കർത്താവിനോട് ഇപ്പം പറഞ്ഞേ, കർത്താവിനോട് പറപ്പാ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കൊതിയാണെന്നൊന്നും നിങ്ങൾ പറയാമോ? ആ കർത്താവ് നിങ്ങളെ ഇപ്പം തന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. നിങ്ങൾ വായൊന്ന് തുറന്ന് നിങ്ങൾ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. നിങ്ങൾ വാ തുറന്ന് കർത്താവിനോടൊന്ന്, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന യേശു അപ്പാന്നൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ അപ്പനാ നിങ്ങളുടെ കൂടെ നിൽക്കുന്നേ. ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറയാറുണ്ട്, കർത്താവെ ഞാൻ ഇനി പറയത്തില്ല, എൻ്റെ അപ്പനായിട്ട് നിന്ന് എനിക്ക് വേണ്ടി ചെയ്തു തരണം. ആ കർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്. നിങ്ങൾ എത്ര പേർക്കൊന്ന് പറയാൻ പറ്റും, കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിലിരിക്കാൻ ഞങ്ങൾ കൊതിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ കർത്താവെ അത് മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു ആത്മനദിയിലേക്ക് ഞങ്ങളെ ഇറക്കണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. വാതുറന്ന് ഇന്നൊന്ന് പറഞ്ഞേ. ഇന്ന് തൊട്ട് നമുക്കതിനൊരു മാറ്റമുണ്ടാകട്ടെ. ചർച്ചിൽ എത്ര പേര് വരുന്നുണ്ടെന്നല്ല, നിങ്ങളിങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വരുന്നവരെ നോക്കി, അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കി ഇരിക്കാതെ ആ കർത്താവിൻ്റെ മുഖത്തോടൊന്ന് നിങ്ങൾ നോക്കിക്കേ. എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ അവിശ്വസ്തതയിലും അവൻ നിങ്ങൾക്ക് വിശ്വസ്തനായിരുന്നില്ലേ? എവിടെയെങ്കിലും കർത്താവ് നിങ്ങളെ താഴെ ഇട്ടിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങളുടെ സ്വഭാവം കാരണം പല സ്ഥാനത്തും തള്ളിക്കളയേണ്ട സ്ഥാനത്തും ആ കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് പറയാമോ ആ കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിൻ്റെ കൂടെ നടക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നൊന്ന് കർത്താവിനോട് പറയാമോ? ആ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്ന് നിങ്ങൾ സ്വീകരിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പോൾ താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിൻ
കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവിൻ, കാവൽ വേണം പരിശുദ്ധാത്മാവൻ, കൂടെ വേണം പരിശുദ്ധാത്മാവേ. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. പരിശുദ്ധാത്മാവൻ, കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവിൻ, കാവൽ വേണം പരിശുദ്ധാത്മാവൻ, കൂടെ വേണം പരിശുദ്ധാത്മാവേ. എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോട് മിണ്ടും എൻ കൂടെയിരിക്കും, എന്നോട് മിണ്ടും എൻ കൂടെയിരിക്കും, നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ, നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവിൻ, കാവൽ വേണം പരിശുദ്ധാത്മാവേ, കൂടെ വേണം പരിശുദ്ധാത്മാവേ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ, കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ, കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ, കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. എന്നെ സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ അപ്പനോട് കൊതിയോടെ ഒന്ന് നിങ്ങൾ പറഞ്ഞേ, നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ, കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപാദത്തിൽ കിടന്നിടുവാൻ. കൊതിയേറുന്നേ
തിരുപാദത്തിൽ കിടന്നിടുവാൻ. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപാദത്തിൽ കിടന്നിടുവാൻ. കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപാദത്തിൽ കിടന്നിടുവാൻ. കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപാദത്തിൽ കിടന്നിടുവാൻ. വായി തുറന്ന് എല്ലാവരും പാടിയാട്ടെ, എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നിങ്ങളത് സെൻസ് ചെയ്യാൻ, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് എനിക്ക് കർത്താവിനെ അറിയാം, എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നതെന്ന് വാ തുറന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. കർത്താവ്, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നപ്പ എത്ര നാൾ കൂടിയിട്ടായിരിക്കും നിങ്ങൾ കർത്താവിനോട് പറയുന്നത് ഐ ലവ് യു ജീസസ്. അതിനകത്ത് നിങ്ങൾ ഒരു മടിയും നിങ്ങൾ കാണിക്കരുത്. നിങ്ങളിപ്പോൾ നാണത്തോടെ നിങ്ങൾക്ക് പറയാൻ നാണക്കേടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനും നാണക്കേടായിരിക്കും. കർത്താവും പറയും ഞാൻ നിങ്ങളെ അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ ഒരു രീതി ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് കർത്താവിനോട് പറഞ്ഞ്, കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നപ്പ, കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. വി ലവ് യു ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഓരോ നന്മകളും നിങ്ങളൊന്ന് ഓർത്തേ. കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മകളെ നിങ്ങളൊന്ന് ഓർത്തേ. ആ കർത്താവിനെ എങ്ങനെ നിങ്ങൾക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റും? എങ്ങനെ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റും? ആ വാ തുറന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞ്, കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നപ്പോ, ഞാൻ ഒത്തിരി 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 അങ്ങേ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ കർത്താവിനോട് പറഞ്ഞ്. കർത്താവ് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകരുത്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാക്കും. ചിലപ്പോൾ നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഈ ലോകത്തിന് തരാൻ പറ്റാത്ത സ്നേഹം എൻ്റെ കർത്താവിന് തരാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ ഒരു ഹഗ് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും കർത്താവിനോടൊന്ന് ചോദിച്ചാൽ. അതൊന്നും ഒരു ചെറിയ കാര്യങ്ങളല്ല. ആ എക്സ്പീരിയൻസുകളൊന്നും നിങ്ങൾക്ക് ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവെ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഒത്തിരി മുറിവുകൾ, ഒത്തിരി ഫ്രസ്ട്രേഷനുകൾ, നിങ്ങളുടെ മനസ്സിൽ എന്താ പറയുക, ഒരു ഇങ്ങനെ ബ്ലോക്കാക്കി കിടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, നിങ്ങൾ അങ്ങനൊരു ഹഗ് കർത്താവിനെ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോകും, അതങ്ങ് ഒഴുകിപ്പോകും. അങ്ങനൊന്ന് നിങ്ങളൊന്ന് കർത്താവിനോട് പറഞ്ഞേ, ആ ഇൻറ്റിമസിയിൽ എനിക്കൊന്ന് കയറണം അപ്പ ഇന്ന്. ആ ഇൻറ്റിമസിയിൽ എനിക്കൊന്ന് കയറണം. ഞാൻ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നപ്പാന്നൊന്ന് പറഞ്ഞേ. ഞാൻ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നൊന്ന് പറഞ്ഞേ കർത്താവിനോട്. എന്നോട് കർത്താവ് പറയുന്നത്, നിന്റെ മനസ്സിൽ ഒത്തിരി ഒത്തിരി മുറിവുകളുണ്ട്. അത് ഇപ്പൊ തൊട്ടുള്ളതൊന്നും അല്ല. ഒത്തിരി മുറിവുകൾ നിന്റെ മനസ്സിലുണ്ട്. പല ആൾക്കാരുടെ വാക്കുകളായിരിക്കാം, നിന്റെ ലൈഫിൽ നീ എക്സ്പീരിയൻസ് ചെയ്ത ഒത്തിരി കാര്യങ്ങളായിരിക്കാം, നിനക്കുണ്ടായ റിജക്ഷൻസ് ആയിരിക്കാം. പക്ഷെ കർത്താവ് എന്നോട് പറയുന്നുണ്ട്, കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് രണ്ട് കരം നീട്ടി നിന്നെ തിരിച്ച് സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. ബ്ലസ്സി, എനിക്ക് കാണാം കർത്താവ് നിന്റെ അടുത്ത് നിൽക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യവും അഭിഷേകവും നിന്റെ മേലുണ്ടാ. അതിനകത്തോട്ടൊന്ന് പൊങ്ങി കയറി വരാൻ കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് നിനക്ക് ഒത്തിരി ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ആ ഗിഫ്റ്റ് ഒന്ന് മനസ്സിലാക്കി നീ ഒന്ന് പുറത്തിറങ്ങി വരണം. അതിന് നീ കർത്താവിനോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. കർത്താവ് അത് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, അങ്ങയുടെ പ്രസൻസിൽ അന്ന് സോക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നൊന്ന് പറഞ്ഞേ കർത്താവിനോട്.
കർത്താവ് പറയുന്നുണ്ട്, നീ വിചാരപ്പെടുന്ന ഒരു കാര്യങ്ങളെ പറ്റിയും കർത്താവ് അതിനേക്കാളൊക്കെ നിന്റെ ഭാവി ഭദ്രമായിട്ട് കർത്താവ് നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ബ്ലസ്സി, നിന്റെ മേൽ കർത്താവിൻ്റെ ഒരു കോളിംഗ് ഉണ്ട്. നിനക്ക് അതുകൊണ്ട് എവിടെയും മാറി അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. യു കനോട്ട് ബി ഹിഡൻ. യു കനോട്ട് ബി ഹിഡൻ. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് അതിൽ നിന്ന് നിന്നെ വലിച്ചു പുറത്തു കൊണ്ടുവരും. കർത്താവ് എന്നോട് പറയുന്നത്, എനിക്ക് കാണാം കർത്താവ് നിന്റെ അടുത്ത് നിൽക്കുന്നത്. കർത്താവ് നിന്നെ ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഒന്ന് അത് അനുവദിച്ചു കൊടുക്കണം. നീ ആ കർത്തൃത്വം കർത്താവിനൊന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. കർത്താവിനോട് പറ, അപ്പച്ചാ കർത്താവേ, ഞാൻ അങ്ങയുടെ മുന്നിൽ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നെന്ന് പറ. കർത്താവ് നിന്നെ അതിൽ നിന്ന് വലിച്ചു പുറത്താക്കും. കർത്താവിന്റെ മിനിസ്ട്രി നിന്റെ മേലുള്ളതാ. അഭിഷേകത്തിന്റെ ഇത് നീ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാ. അതുകൊണ്ട് നിനക്ക് നീ മാറി തോടരികയിലിരുന്ന് ഭംഗി കാണാൻ പറ്റത്തില്ല. നിനക്ക് അതിനകത്ത് നീന്തി കുളിക്കാനേ പറ്റത്തുള്ളൂ. ആ എക്സൈറ്റ്മെന്റും എൻജോയ്മെന്റും ഒക്കെ കർത്താവിന്റെ ആ സാന്നിധ്യത്തിൽ നീ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് നിന്റെ മേലൊരു അനോയിന്റിങ് ഇട്ടിട്ടുണ്ട്. ആ അനോയിന്റിങ്ങിൽ ഈ ദിവസങ്ങളിൽ നീ പുറത്ത് കൊണ്ടുവരണം. നീ കർത്താവിന് കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കർത്താവിനിൽ നിന്ന് അതിനെ ആ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് നീ പുറത്ത് കൊണ്ടുവരണം. കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ഒത്തിരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ബിയോണ്ട് യുവർ ഇമാജിനേഷൻസ് ആൻഡ് തോട്ട് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ബ്ലസ്സി, ആ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. നിങ്ങൾ ആ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഫേബ കർത്താവിനോട് പറയുന്നു, കർത്താവ് നിന്റെ കൂടെ ഒരു പിതാവിന്റെ സ്നേഹമായിട്ട് കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഫേബയോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, കർത്താവ് നീ ഒരു കാര്യങ്ങളും ഓർത്ത് ചഞ്ചലപ്പെടണ്ട. നിന്റെ മനസ്സും ഹൃദയവും നീ ചഞ്ചലപ്പെടുത്തരുത്. കർത്താവിങ്കൽ ഏകാഗ്രതപ്പെടുക. കർത്താവ് ബാക്കി എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യും. കർത്താവിനോട് കൂടുതൽ അടുത്ത് കർത്താവിന്റെ സാന്നിധ്യത്തിലൊന്ന് ഇറങ്ങാൻ നിങ്ങളൊന്ന് തയ്യാറായിക്കേ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ബിയോണ്ട് എനി ലിമിറ്റേഷൻസ് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് സ്നേഹിക്കുന്നത് എനിക്കറിയാം. കർത്താവിന്റെ ആ സ്നേഹം എന്നിലൂടെ കർത്താവ് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തുമാത്രം കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ കർത്താവിനെ നിങ്ങളെ ദുഃഖിപ്പിക്കരുത്. ആ കർത്താവ് 2 കരവും നീട്ടി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ ചെയ്ത തെറ്റുകളായിരിക്കാം, കുറവുകളായിരിക്കാം, അല്ലെങ്കിൽ പാപങ്ങളായിരിക്കാം, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവ് യേശുവപ്പ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പനോട് ക്ഷമ ചോദിച്ച് നിങ്ങളൊന്ന് കൂടെ ചെന്നേ. നിങ്ങളെ കെട്ടിപ്പിടിച്ച് ചേർക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഒന്ന് കർത്താവിനോടൊന്ന് നന്ദി കർത്താവിനോടൊന്ന് പറഞ്ഞേ. യോഹന്നാന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. നിങ്ങൾ ആ യേശുപ്പനെ ഒന്ന് സ്നേഹിച്ച്, ആ പിതാവായ ദൈവത്തെ ഒന്ന് സ്നേഹിച്ച്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്നേഹിച്ചാൽ മതി. വേറൊന്നും ചെയ്യണ്ട. നിങ്ങളൊന്ന് കർത്താവിനെ ഒന്ന് അകമഴിഞ്ഞൊന്ന് സ്നേഹിച്ച്, അങ്ങനെ സ്നേഹിക്കുമ്പോൾ എല്ലാ ബ്ലെസ്സിങ്സും കർത്താവ് നിങ്ങൾക്ക് തരും. ഒന്ന് പറഞ്ഞ് കർത്താവിനോട്, കർത്താവിൻ്റെ സാന്നിധ്യം ഇനിയും വേണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. വാ തുറന്ന് നിങ്ങൾ പറഞ്ഞേ. നിങ്ങളുടെ ആ ഡിസയർ ഇല്ലാതെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സാമീപ്യം പോരായേ, അളവില്ലാതെന്നേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി, അളവില്ലാതെന്നേറെ സ്നേഹിച്ചു നീ,
ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇത് പോരായേ, ഹൃദയത്തിൽ നിന്നൊന്ന് പറഞ്ഞാട്ട് കർത്താവിനോട്, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. കർത്താവപ്പച്ച, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലോട്ട് അടുത്ത് വരുന്നപ്പാ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഇത്രയും നേരം അങ്ങ് ഞങ്ങളുടെ കൂടെ കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. കർത്താവെ, അങ്ങേ ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു. ഞാൻ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നപ്പാ. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് മറ്റെന്തിനേക്കാളും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, മറ്റാരേക്കാളും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നപ്പാ. കർത്താവെ, ഈ ലോകത്തിൽ വേറെ എന്തിനേക്കാളും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. എനിക്കറിയാം അങ്ങിവിടെ കർത്താവെ ഇറങ്ങി വന്ന ആളുകളെ തൊട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ ലൈഫിൽ കർത്താവെ ആ ട്രാൻസ്ഫോർമേഷൻ ഇന്ന് തൊട്ട് അവർ കാണത്തക്ക രീതിയിൽ കർത്താവെ അങ്ങ് മാനിഫെസ്റ്റ് ചെയ്യണം. അവരുടെ ഫിസിക്കൽ ഐസ് കൊണ്ട് കർത്താവെ അവർ കാണത്തക്ക രീതിയിൽ കർത്താവെ അവർക്ക് തന്നെ ആശ്ചര്യമാകുന്ന രീതിയിൽ കർത്താവെ അവർക്കൊരു സയൻസ് ആൻഡ് വണ്ടറായിട്ട് അങ്ങ് അതൊന്ന് ചെയ്യണം കർത്താവെ. അങ്ങനെ അവർക്ക് ആ ട്രസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് കർത്താവ് പക്ഷേ അങ്ങയുടെ കൂടുതൽ അടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. അതിനായി ഞങ്ങളുടെ പരിപൂർണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. മുഴുവനായി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു കർത്താവെ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. നന്ദി പറയുന്നു കർത്താവെ. എല്ലാത്തിനും അങ്ങേക്ക് നന്ദി പറയുന്നു. സകല മഹത്വവും മാനവും പുകഴ്ചയും അങ്ങേക്ക് മാത്രം. യേശു അങ്ങയുടെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ടൈത്തും ഓഫറിങ്ങും ഇടാനുള്ളവർ അത് ചെയ്താട്ടെ. ഓൺലൈൻ ട്രാൻസ്ഫർ ബാർകോഡ് ആവശ്യമുള്ളവർ ചെയ്താട്ടെ. പ്രത്യേകിച്ച് നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈത്തിനെ ഓർത്തും അതുപോലെ തന്നെ പാസ്റ്റർ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അടുത്ത ആഴ്ചത്തേക്ക് പാസ്റ്റർ തിരിച്ചു വരും. പാസ്റ്ററിൻ്റെ മീറ്റിങ്ങിലൊക്കെയും വലിയ ദൈവപ്രവൃത്തികൾ നടന്നു. പാസ്റ്റർ അത് അറിയിക്കുകയുണ്ടായി. അനേകർ പങ്കെടുത്തു, അനേകർ വിടുതൽ പ്രാപിച്ചു, അനേകർ അനുഗ്രഹം പ്രാപിച്ചു. ഒരുപാട് പേരെ കർത്താവ് തൊട്ടു. അതൊക്കെയും പാസ്റ്ററിൽ നിന്ന് അറിയാനിടയായി. എല്ലാവരും ഓഫറിങ് ഇടാനുള്ളവരൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് എടുക്കപ്പെട്ട സ്തോത്രാഴ്ചയ്ക്കും അതുപോലെ ദശാംശത്തിനായിട്ട് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവേ, ആദ്യം മുതൽ ഈ സമയം വരെയും ഈ നിമിഷം വരെയും കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. ശക്തമായ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശുശ്രൂഷ, ഹല്ലേലൂയ, ഒരു ശുശ്രൂഷ ഇവിടെ നടന്നിരിക്കുന്നതുകൊണ്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ്
ജനങ്ങളെ തൊട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു, എല്ലാവരും തൊട്ടു എന്ന് വിശ്വസിക്കുന്നു. കർത്താവെ, ശക്തമായ സാന്നിധ്യം ഇപ്പോഴും അനുഭവിക്കുന്നു. ഹല്ലേലൂയ. വിട്ടുമാറാത്ത ശക്തമായ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Holy Jesus, hallelujah, hallelujah, thank you Jesus, hallelujah. പരിശുദ്ധാത്മാവ് ഹാലേലൂയ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, നിർത്തിയിട്ടില്ല. ഹാലേലൂയ. പരിശുദ്ധാത്മാവ് ചലിച്ചു കൊണ്ടിരിക്കുന്നു, നിർത്തിയിട്ടില്ല. ഹാലേലൂയ. എത്ര പേർ സെൻസ് ചെയ്യുന്നു? ഹാലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹാലേലൂയ. പരിശുദ്ധാത്മാവെ, ഹൃദയങ്ങളോട് ഇടപെടുന്നതിനാൽ നന്ദി പറയുന്നു. ഹാലേലൂയ. ശരീരങ്ങളെ നിറയ്ക്കുന്നതിൽ നന്ദി പറയുന്നു. ഹാലേലൂയ. 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 ഞങ്ങളുടെ വീക്ക്നെസ്സുകളെ ഓർത്ത് അതിനെ ജയിക്കുവാൻ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ഹാലേലൂയ. സത്യത്തിൽ വഴി നടത്തുന്ന പരിശുദ്ധ ആത്മാവേ, ഹാലേലൂയ. സത്യത്തിൽ വഴി നടത്തുന്ന പരിശുദ്ധ ആത്മാവേ, ഹാലേലൂയ. ജീസസ്. ഹാലേലൂയ. Hallelujah. Thank you Jesus. Hallelujah. Thank you Holy Spirit. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഹാലേലൂയ. വിട്ടുമാറാത്ത ബന്ധത്തിനായി കൊതിക്കുന്ന പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഹാലേലൂയ. 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 ത്രിയേക ദൈവം. ഹാലേലൂയ. 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 ഇതാ ജനത്തോടുകൂടിയുള്ള ദൈവത്തിൻ്റെ തിരുനിവാസം എന്ന് പഴയ നിയമത്തിൽ കാണുന്നത് പോലെ ഈ നമ്മുടെ ഈ ഹാലേലൂയ മൺകൂടാരത്തിൽ പരിശുദ്ധ ആത്മാവ് ഹാലേലൂയ സദാസമയം ഹാലേലൂയ നമ്മളോട് കൂടെയുണ്ട്, നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്. ഹാലേലൂയ. ഹാലേലൂയ. താങ്ക് യു ജീസസ്. ഓ ഹാലേലൂയ. താങ്ക് യു ജീസസ്. ഹാലേലൂയ. ഹാലേലൂയ. കർത്താവേ, എടുക്കപ്പെട്ട സ്തോത്രാഴ്ചയ്ക്കായി നന്ദി പറയുന്നു. ഹാലേലൂയ. ടൈത്തിനായി നന്ദി പറയുന്നു. ഹാലേലൂയ. കർത്താവേ, ഇതിലേക്ക് കരനീട്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും കരനീട്ടുവാൻ പറ്റാതെ വണ്ണം കർത്താവെ അവർക്ക് ഇൻകം സോഴ്സുകൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അങ്ങനെയുള്ളവർ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമർത്തി കുലുക്കുന്ന അനുഭവത്തിലേക്ക് അവർ നടക്കട്ടെ. ഹാലേലൂയ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹാലേലൂയ. ഹാലേലൂയ. ഈ ആത്മസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഹാലേലൂയ പരിശുദ്ധ ആത്മാവേ ഹാലേലൂയ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹാലേലൂയ ഇൻകം സോഴ്സുകൾ തുറന്നു വരട്ടെ. മൾട്ടിപ്പിൾ ഇൻകം സോഴ്സുകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തുറന്നു വരട്ടെ. ഹാലേലൂയ. 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 അടുത്ത ഘട്ടത്തിലേക്ക് പ്രൊമോഷൻ ഹാലേലൂയ പ്രൊമോട്ട് ചെയ്യാതെ അതിനെതിരെ വാദിക്കുന്ന എല്ലാ ദുഷ്ടാത്മ സേനകളും യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. ഹാലേലൂയ. Oh, freedom in the name of Jesus. Hallelujah. Freedom. പരിശുദ്ധ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹാലേലൂയ. വചനം പറയുന്നു പരിശുദ്ധാത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹാലേലൂയ. ഓ ഹാലേലൂയ. Free in the name of Jesus Christ of Nazareth. ഹാലേലൂയ. 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 എൻ്റെ യേശു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ദരിദ്രനായി. ഞങ്ങൾ ഒരിക്കലും ഇനി ദരിദ്രന്മാരല്ല, ഞങ്ങൾ സമ്പന്നരത്രേ. ഹാലേലൂയ. ക്രിസ്തു യേശുവിൽ ഞങ്ങൾ സമ്പന്നരത്രേ. ഹാലേലൂയ. ഹാലേലൂയ. തുറന്നു വരുന്നതിനാൽ നന്ദി. തുറന്നു വരുന്നതിനാൽ നന്ദി. തുറന്നു വരുന്നതിനാൽ നന്ദി. ഹാലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. അങ്ങ് ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. അങ്ങയുടെ ജനം ഫ്രീ ആകട്ടെ. ഒരു ഞെരുക്കവും സകല ഭാരവും യേശു അങ്ങയുടെ മേലിടുന്നു.
സകല നുകങ്ങളും യേശുവെ അങ്ങയുടെ മേലിടുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവെ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു, അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ആരും ഹല്ലേലൂയ വെറുതെ ഇരിക്കുന്നവരെ ഞങ്ങളെ എല്ലാം കർത്താവെ അങ്ങ് വിളിച്ചിരിക്കുന്നു. അങ്ങയുടെ വിളിക്കൊത്തവണ്ണം ഞങ്ങൾ കർത്താവ് വിളിച്ച് വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളെ അങ്ങ് വിളിച്ച് വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. ഈ നുകവും ഈ ഭാരവും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഫ്രീഡം ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. എല്ലാ മണ്ഡലങ്ങളിലും ഹല്ലേലൂയ അങ്ങയുടെ ജനം ഫ്രീഡം അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. കർത്താവേ ഈ സമയത്ത് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ശക്തമേറിയ ഒരു ശുശ്രൂഷ കർത്താവേ അങ്ങയുടെ ദാസന് കർത്താവേ ബംഗ്ലാദേശിൽ അങ്ങ് കൊടുത്തിരുന്നതിൽ നന്ദി കർത്താവേ. അനേകർ അങ്ങ് തൊട്ടു കർത്താവെ, അനേകർ അത് മുഖാന്തരം അങ്ങേ അറിഞ്ഞു, അങ്ങേ കർത്താവെ അധികമായി ടേസ്റ്റ് ചെയ്തു കർത്താവെ. അങ്ങയുടെ കർത്താവ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ അനേകമുണ്ടല്ലോ. ഹല്ലേലൂയ. രോഗികളായിരുന്നവർ എത്ര കർത്താവെ വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവെ ബന്ധനത്തിലായിരുന്നവർ വിടുവിക്കപ്പെട്ടു കർത്താവെ. എന്നാൽ ഇതിലൊക്കെയും മേലെയായി കർത്താവെ ഒരുപാട് പേരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ശുശ്രൂഷയും മീറ്റിങ്ങും അങ്ങ് കർത്താവെ ബംഗ്ലാദേശിൽ ഒരിക്കലും നന്ദി പറയുന്നു കർത്താവെ. അങ്ങ് അതിൻ്റെ നടുവിൽ ചലിച്ച് കർത്താവിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു കർത്താവെ. പാസ്റ്റർ വീണ്ടും തിരിച്ചു വരുമ്പോൾ കർത്താവ് യാത്രയിൽ കൂടെ ഉണ്ടായിരിക്കണമേ. ദൂതന്മാരെ നിർത്തി കാവൽ ചെയ്യണമേ. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം കർത്താവെ. ഞങ്ങൾ പിരിയാത്ത അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മയും ഇപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.